ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഇടാത്ത കുറേ ഫോട്ടോസുകൾ ഇന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കാണാത്ത കുറേ ചെടികളും കുറേ സ്ഥലങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ മുന്നേ ഈ ഗാർഡനിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കുട്ടികളൊക്കെ. അവർ പറഞ്ഞു ഇതിൻ്റെ കുറേ കാണാത്ത കുറേ ഭാഗങ്ങൾ അതിൻ്റെ കുറച്ച് അപ്പുറത്തുണ്ട് എന്ന്, നല്ല കുളങ്ങളും ചെടികളും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് എന്ന് അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ അത് പോകണ്ടാന്ന് തീരുമാനിച്ച് പിന്നീട് ഇവിടെ വന്നപ്പോൾ അത് പോയിട്ട് ഈ കുളങ്ങളും അവിടെ കുറേ പുതിയ പുതിയ ചെടികൾ ഇവിടെ വളരെ കുറവാണ്. കൃഷി സംബന്ധമായിട്ടുള്ള കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള അധിക തൈകൾ ചെടികൾ അങ്ങനത്തൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കാണാത്ത സ്ഥലത്ത്, അന്ന് പോയിട്ട് കാണാത്ത സ്ഥലത്ത് ഇന്നിപ്പോൾ പോയി ഞങ്ങളവിടെ പോയി കണ്ടതാണ്. അവിടെയുള്ള പലതരത്തിലുള്ള ഇതിന് പലതരം ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് പേര് കൂടുതലും അറിയില്ല. ചെടികൾ നല്ല തൈകൾ കൂടുതൽ തൈകളാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൂടുതൽ വാങ്ങിയിട്ടുള്ളത് കവുങ്ങിൻ തൈകളാണ്. കൂടുതലും കവുങ്ങും തൈകളാണ് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ തൊടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കവുങ്ങും തൈകളാണ് ഞാൻ അന്ന് കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. ഒരു 30 തൈകൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഞാൻ വീട്ടിൽ തൊടിയിൽ വെച്ചിട്ടുണ്ട്. ആ വെച്ച വീഡിയോ ഞാൻ പിന്നീട് എടുക്കേണ്ടത്. അങ്ങനെ ഇവിടെ ഇവിടുന്ന് കുട്ടികൾ പറഞ്ഞു ഇവിടെ ഒരു പറ്റാത്തൊരു കുളമുണ്ട്, എന്നും ഏത് വേനലും ഒലിക്കുന്ന ഒരു കുളമുണ്ട് ഇവിടെ. അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അതും കൂടിയും കാണാം എന്ന ഉദ്ദേശത്തോടെ വന്നതായിരുന്നു. അങ്ങനെ കുളമൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ. അതിൻ്റെ വീഡിയോ ഫോട്ടോസ് നിങ്ങൾ ആദ്യം കണ്ടല്ലോ. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് 2 തൈ വാങ്ങി കേട്ടോ. ഒന്നിന് എത്ര 80 രൂപയാണ്. ഇത് ചെന്തെങ്ങാണ്. അവിടെ കണ്ട ഞങ്ങൾ പ്രത്യേക ഒരു തെങ്ങിൽ നിന്ന് കണ്ടതാണ് ചെന്തെങ്ങ്. ഈ ചെടിയുടെ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ. പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല, ഇതിന് വിലയും ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറയില്ലേ, ഇതിൻ്റെ ഈ ഉള്ളിലൂടെ വെള്ളം ഒലിക്കുന്ന ചാലുകളൊക്കെ ഉണ്ടെന്ന്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന്. ചെറിയ രീതിയിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. അത് വേനലാണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും വെള്ളം ഇങ്ങനെ ഒലിച്ചു കൊണ്ട് ഇരിക്കും. ഇതിൻ്റെ പേരും അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഒരുപാട് അഗ്ലോണിമ ചെടിയുടെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ചെടിയുടെ പൂവാണ്ടല്ലേ, ഇത് പീസ് ലില്ലി ചെടിയുടെ പൂവാണ്ടത്. പീസ് ലില്ലി മുളഞ്ചെടികളാണത്. ഇത് തെച്ചിയാണ് കേട്ടോ, തെച്ചിപ്പൂവാണത്. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കുളം ഉണ്ടെന്ന്, ഒരു വലിയ കുളമുണ്ട്. ഈ ഫാമിൻ്റെ നടുക്കായിട്ട് ഒരു വലിയ കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ എപ്പോഴും ഒലിച്ചു പോവുക. ഈ ചെടിയുടെ പേരൊന്നും അറിയില്ല, ഇതറിയുന്നവർ കമൻറ്റ് ചെയ്യുക.
ഇതാണ് വെള്ളച്ചാട്ടം. ചെറിയ രീതിയിൽ ഇങ്ങനെ ഇവിടെ എപ്പോഴും വെള്ളം ചാടിക്കൊണ്ടാണ്. ഇത് മുകളിൽ നിന്ന് എത്രയോ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിപ്പോൾ വർഷകാലത്ത് കുറച്ച് കൂടുതലാണ്, വേനൽക്കാലത്ത് കുറച്ച് കുറയും എന്നല്ലാതെ ആ വെള്ളം നിൽക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ഗുഡ് ബൈ.